എല്ലാവർക്കും ഡേ 19 വാരാഹി ഈവനിങ് പ്രയറിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് എന്നും വാരാഹി അമ്മ ഒരു അനുഗ്രഹമായിരിക്കും. എന്നാൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലല്ലോ, എന്തു പറ്റി വാരാഹി അമ്മ എനിക്ക് മാത്രം എന്താ ബ്ലെസ്സിങ്സ് തരാത്തെ, എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്തെ എന്നൊക്കെ. എല്ലാവർക്കും വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ഒരാളെ മാത്രം ഒരു പന്തിപക്ഷം അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എല്ലാ ദൈവങ്ങളുടെയും മക്കളാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ എന്താ പറയുക, ഒരാളെ പോലെ അല്ല, എല്ലാവരും അവരുടെ സ്വന്തം മക്കളെന്ന പോലെ അങ്ങനെയായിരിക്കും കാണുക. ചിലർക്ക് ഓരോ ടൈമിങ്സിൻ്റെയാണ്, അല്ലേ? ചിലർക്ക് നല്ല സമയം, ചില ആൾക്ക് മോശ സമയം ആവുമ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ചേരുക, അല്ലേ? എല്ലാവർക്കും ഒരു നല്ല ദിവസം പറയുന്നുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ തന്നെ മോശ സംഭവങ്ങളും നല്ല സംഭവങ്ങളും എല്ലാം കൂടി കലർന്നതുമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. വിഷമഘട്ടങ്ങൾ പല ആളുകൾക്കും വരുന്നതിൻ്റെ രീതി അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി വന്നിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവർക്ക് ആ ഒരു പരിധി ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ലൈക്ക് അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സൊല്യൂഷൻ കിട്ടാണ്ടാവുമ്പോഴാണ് പലരും സൂയിസൈഡിലേക്കും അങ്ങനെ പല രീതിയിലേക്കും പോകുന്നത്. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുക. അപ്പോൾ മാത്രം ദൈവത്തെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവണമെങ്കിൽ ദൈവത്തെ നമ്മൾ കൈവിടാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ആര് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അവരൊക്കെ തന്നെ ലാസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ദൈവം പക്ഷേ ഉണ്ടാവും, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വാരാഹി അമ്മയുടെ മന്ത്രം ഉരുവിടുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരാൻ സാധ്യത ഏറെയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെയൊന്നുമില്ല. ഈ വരുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പേരും നാളും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും അടങ്ങുന്ന കമൻറ്റ്. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കാത്തവരാണോ ദൈവം? അല്ലല്ലോ, കേൾക്കും. മുറുകെ പിടിക്കുക ദേവീനെ, ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രമാത്രം നിങ്ങൾ ചെയ്യുക. മനമൊരുകി ദേവിയെ ആരാധിക്കുക. സർവ്വദുഃഖവും മാറി നമ്മളെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നേർവഴിയിൽ നയിക്കാനായിട്ട് വാരാഹി അമ്മയ്ക്ക് സാധിക്കും. വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയും അമ്മ ഒരിക്കലും കൈവിടിയില്ല. വെളിപ്പുറത്തുണ്ട്. വാരാഹരൂപം കൊണ്ട ദേവിയുടെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വാരാഹി ദേവി മൃഗരൂപം അണിഞ്ഞവളാണ്, നിദ്രാദേവിയാണ്. നിദ്രാദേവി എന്ന് പറയുന്നത് 7 മണിക്ക് ശേഷമാണ് ദേവിയുടെ പൂജകളും കാര്യങ്ങളും സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിദ്രാദേവി എന്നറിയപ്പെടുന്നത്. ദേവിയുടെ മന്ത്രജപമായാലും ആ ഒരു സമയം നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ഉത്തമമാണ്. ഇനി ആ ഒരു സമയത്ത് ജപിച്ചാൽ മാത്രമേ ദേവി കേൾക്കുള്ളൂ. ഇനി അടുത്ത കമൻറ്റ് അങ്ങനെ ഇടരുത്. അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും ഒരു കൺവീനിയൻറ്റ് ടൈം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും നൈറ്റ് ടൈം, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല ആ ഒരു ടൈം പ്രെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു ടൈം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥന ഒരു ശീലമാക്കുക. അശുദ്ധമായാൽ പ്രാർത്ഥിക്കാൻ പറ്റായികയൊന്നുമില്ല. വാരാഹി മന്ത്രം ധ്യാനിക്കുന്നതിനും മന്ത്രം ഉരുവിടുന്നതിനും
തെറ്റൊന്നുമില്ല. പൂജകളിലൊന്നും നമ്മൾ ഏർപ്പെടില്ലല്ലോ, അത് അശുദ്ധ സമയത്ത് നമ്മൾ ചെയ്യാറില്ല. അത് ഒഴിവാക്കി നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്രം ഉരുവിടുന്നതിനോ കുഴപ്പമില്ല. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവും. ആരും വിഷമിക്കരുത്, ഒരിക്കലും സൂയിസൈഡ് പോലെയുള്ള ചിന്താഗതിയിലേക്ക് വരരുത്. കാര്യം നിങ്ങളുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ചിലപ്പോൾ കുട്ടികളാവാം, ചിലപ്പം നിങ്ങളുടെ പാരൻസ് ആവാം, ആരെങ്കിലും ആയിട്ടുണ്ടാവും. പെട്ടെന്നൊരു ഡിസിഷൻ, ചിലപ്പോൾ ആ ഒരു ബ്ലാങ്ക് സീറോ മൈൻഡിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത അവരായിരിക്കും ലാസ്റ്റ് ശിക്ഷിക്കപ്പെടുക. സോ അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ജീവിതം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. ഏത് മോശപ്പെട്ട സിറ്റുവേഷൻ എല്ലാവരിലും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അത്രയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പണ്ടേ ചിന്തിച്ച് കളയേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ബാധിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നല്ല രീതിയിൽ പോവുക. അതുപോലെ തന്നെ ചിന്താഗതി അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു സൊല്യൂഷനും ഇല്ലാത്ത സമയത്ത് നമുക്ക് വഴികാട്ടിയായിട്ട് ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിശ്ചയമാണ്, തീർച്ചയായിട്ടും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡെസ്പാവരുത്. നമുക്കൊന്നുമില്ല, ആരുമില്ല, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പലർക്കും പല രീതിയിലൊക്കെയാണ് വിഷമം വരുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റുക. പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം. കൂടെ ജപിക്കുക. ഒരുപാട് ഗുണങ്ങൾ ചേർന്നിട്ടുള്ള മന്ത്രമാണ്. ധനവർദ്ധനവ്, രോഗശമനം, അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉള്ള മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മന്ത്രം 3, 9, 21, 108 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജപിക്കാം. അല്ലെങ്കിൽ 21 തവണ എല്ലാ സമയവും എങ്ങനെയാണ് നിങ്ങൾ ജപിക്കുക ആ ഒരു രീതിയിൽ പോയാലും മതി. എല്ലാം നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് ജപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ മന്ത്രം എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് പറയാം. കൂടെ ചൊല്ലുക. പിന്നെ ഈ രോഗശമനം, അതായത് ഞാൻ പറഞ്ഞല്ലോ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന രോഗികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ശ്രവിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സാഹചര്യം അവർക്ക് കിട്ടട്ടെ. അവർക്ക് ആ ഒരു എന്താ പറയുക, മന്ത്രം കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ് കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഒരുപാട് മാറ്റം സംഭവിച്ചതായിട്ട് 1-2 കമൻസ് കണ്ടു, അതുകൊണ്ട് പറയുന്നതാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് പറയാം. ഓം ജഗദാരിണ്യേ നമഃ. 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 ഓം ജഗദാരിണ്യേ നമഃ.
ॐ जगदारिण्यै नमः। 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 ॐ जगदारिण्यै नमः।
ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः। ॐ जगदारिण्ये नमः।